മോർണിംഗ് വോയ്സ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളോൻ പടകിലുണ്ട്. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളോൻ പടകിലുണ്ട്. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. ഇന്ന് നമ്മോട് ധ്യാനചിന്ത പങ്കുവയ്ക്കുന്നത് സുശേഷകൻ ജോസഫ് ജോൺ അട്ടപ്പാടി. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി യോശുവയുടെ പുസ്തകം 24:15 നമുക്ക് വായിക്കാം. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. വളരെ പ്രശസ്തമായ ഒരു വാക്യമാണ്. വീടുകളുടെ മുമ്പിലൊക്കെ ഇത് എഴുതി വെക്കാറുമുണ്ട്. എന്നാൽ ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇത് യോശുവയുടെ ഒരു തീരുമാനമാണ്. ആരെല്ലാം എങ്ങനെയെല്ലാം ജീവിക്കുന്നുവോ എന്നുള്ളതല്ല. ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും ഞങ്ങൾ യഹോവയെ സേവിക്കും. എങ്ങനെയാണ് യഹോവയെ സേവിക്കേണ്ടത് അല്ലെങ്കിൽ കർത്താവിനെ സേവിക്കേണ്ടത്? നമ്മൾ ഫാമിലി എന്ന ആ വാക്കിലൂടെ നമ്മളതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ആദ്യത്തെ അക്ഷരം എഫ്, ഫിയർ ഓഫ് ഗോഡ്, ദൈവഭയം അല്ലെങ്കിൽ ദൈവത്തോടുള്ള ഭക്തി. എന്താണ് ദൈവഭയം? ദൈവത്തെയും ദൈവത്തിൻ്റെ പ്രമാണത്തെയും അനുസരിച്ചും ആദരിച്ചും ബഹുമാനിച്ചും ദൈവത്തോട് നല്ല ബന്ധം പുലർത്തി ജീവിക്കുന്നതാണ് ദൈവത്തോടുള്ള ഭയം അല്ലെങ്കിൽ ഭക്തി. നമ്മൾ നോഹയെക്കുറിച്ച് വായിക്കുന്നുണ്ട്. എബ്രായ ലേഖനം 11:7. നോഹ ഭയഭക്തി പൂണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ടൊരു പെട്ടകം തീർത്തു. അപ്പോൾ നോഹയുടെ കുടുംബവും ഭയവും ഭക്തിയുള്ളത് ആയിരുന്നു. തിമോത്തിയോസിനെഴുതിയ 1 ലേഖനം 5:4 വായിക്കുന്നുണ്ട്, സ്വന്തം കുടുംബത്തിൽ ഭക്തി കാണിക്കണം. 2 രാജാക്കന്മാർ 4 അധ്യായം അതിൻ്റെ 1 വാക്യത്തിൽ എലീശ പ്രവാചകൻ്റെ ശിഷ്യൻ്റെ ഭാര്യ വന്ന് പ്രവാചകനോട് പറയുന്ന ഒരു വാക്ക, നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ. കുടുംബത്തിൽ ഭക്തി കാണിച്ചു, അതാണ് ഭാര്യ അത് പറഞ്ഞത്. അതുപോലെ ഇയ്യോബിൻ്റെ പുസ്തകം 2 അധ്യായം 9 വാക്യത്തിൽ ഇയ്യോബിനോട് തൻ്റെ ഭാര്യ വന്ന് ചോദിക്കുന്നുണ്ട്, നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? അർത്ഥമെന്താ? ഇയ്യോബ് ഭക്തനായിരുന്നു. പ്രിയപ്പെട്ടവരെ, കുടുംബം ദൈവഭക്തിയുള്ളത് ആയിരിക്കണം. 2ാമത്തെ അക്ഷരം എ, അഡോറേഷൻ, ആരാധന. സുവിശേഷത്തിൻ്റെ ലക്ഷ്യം തന്നെ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ്. ആദ്യം നാം ദൈവത്തെ അനുസരിച്ചിട്ട് വേണം പിന്നെ ആരാധിക്കുവാൻ. എബ്രായ ലേഖനം 9:14 നമ്മൾ വായിക്കുന്നുണ്ട്, ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്ര അധികം ശുദ്ധീകരിക്കും. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മൾ ശുദ്ധീകരിക്കുമ്പോൾ തന്നെ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ നമ്മുടെ മനസാക്ഷിയെ കൂടെ ശുദ്ധീകരിക്കുന്നു. അപ്പോൾ രക്ഷിക്കപ്പെട്ടവൻ ജീവനുള്ള ദൈവത്തെ ആരാധിക്കണം. നമ്മൾ വെളിപ്പാട് പുസ്തകം 4 അധ്യായം 8 വാക്യത്തിൽ വായിക്കുന്നുണ്ട്, രാപ്പകൽ വിശ്രമം കൂടാതെ ദൈവത്തെ ആരാധിക്കുന്നതായിട്ടുള്ള ഒരു ചിത്രം. ദൈവം എല്ലായ്പ്പോഴും ആരാധനയ്ക്ക് യോഗ്യനാണ്. സ്വന്തം കുടുംബത്തിൽ ആരാധിക്കണം, എന്നിട്ട് വേണം സഭയിൽ ആരാധിക്കാൻ. കുടുംബത്തിൽ ആരാധിക്കാത്തവൻ വാസ്തവത്തിൽ സഭയിൽ ആരാധിക്കുവാൻ യോഗ്യനല്ല എന്നതും നമ്മൾ മനസ്സിലാക്കണം. 3ാമത്തെ അക്ഷരമാണ് എം, മെച്യൂരിറ്റി, പക്വത. എന്താ പക്വത? കൊലോസി ലേഖനം 4:12 നമ്മൾ വായിക്കുന്നു, നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ച് ഒക്കെയും പൂർണ്ണ നിശ്ചയം ഉള്ളവരും ആകണം. ഇതാണ് പക്വത. എവിടെ പോകണം, എവിടെ പോകരുത്, എവിടെ നിൽക്കണം, എവിടെ നിൽക്കരുത്, എന്ത് പറയണം, എന്ത് പറയരുത്, ഇതിനെക്കുറിച്ച് അറിവുള്ളവർ ആയിരിക്കണം. ആത്മീയ പക്വതയുള്ള കുടുംബങ്ങൾ ആയിരിക്കണം. യോഹന്നാന്റെ സുവിശേഷം 15:8 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. ആത്മീയ ഫലങ്ങൾ പുറപ്പെടുവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കുടുംബം ആയിരിക്കണം. 4ാമത്തത് ഐ, ഇൻ്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ വിശ്വസ്തത അല്ലെങ്കിൽ സത്യസന്ധത.
നമ്മൾ യിരെമ്യാവിൻ്റെ പുസ്തകം 5:3 വായിക്കുന്നുണ്ട്, യഹോവേ നിന്റെ കണ്ണ് വിശ്വസ്തതയല്ലയോ നോക്കുന്നത്. ദൈവത്തോട് വിശ്വസ്തത പുലർത്തുന്നവർ ആയിരിക്കണം കുടുംബത്തിൽ ഉള്ളത്. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 24:2-4 വരെയുള്ള ആ ഭാഗങ്ങളിൽ നമ്മൾ വായിക്കുന്നത്, അബ്രഹാം തൻ്റെ ദാസനെ കൊണ്ട് സത്യം ചെയ്യിക്കുന്നതാണ്. ചുറ്റും പാർക്കുന്ന കനാന്യരുടെ കന്യകമാരിൽ നിന്ന് നീ എൻ്റെ മകന് ഭാര്യയെ എടുക്കാതെ എൻ്റെ ദേശത്തും എൻ്റെ ചാർച്ചക്കാരുടെ അടുക്കലും ചെന്ന് എൻ്റെ മകനായ ഇസ്ഹാക്കിന് ഭാര്യയെ എടുക്കണം എന്ന് ദാസനെ കൊണ്ട് സത്യം ചെയ്യിക്കുന്നു. പലപ്പോഴും മക്കളുടെ കാര്യത്തിൽ നാം തെറ്റിപ്പോകുന്നവരാ. എന്നാൽ അബ്രഹാം ദൈവത്തിന് മുമ്പിൽ എത്ര വിശ്വസ്തനാണെന്ന് മനസ്സിലാക്കാം. എല്ലാ കാര്യങ്ങളിലും നാം വിശ്വസ്തർ ആയിരിക്കണം. അപ്പോൾ കുടുംബം ദൈവത്തോട് വിശ്വസ്തതയുള്ളവർ ആയിരിക്കണം. 5-ാമത്തെ അക്ഷരം എൽ, ലൈറ്റ്, പ്രകാശം അല്ലെങ്കിൽ വെളിച്ചം. മത്തായി 5:14 കർത്താവ് പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചം ആകുന്നു. മലമേൽ ഇരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. അപ്പോൾ ഓരോ കുടുംബവും ഓരോ വിളക്കുകൾ ആയിരിക്കണം, പ്രകാശിക്കുന്ന വിളക്കുകൾ. യോഹന്നാൻ 5:35 യോഹന്നാൻ സ്നാപകനെക്കുറിച്ച് കർത്താവ് പറയുക, അവൻ ജ്വലിച്ചു പ്രകാശിക്കുന്ന വിളക്ക് ആയിരിക്കണം. പ്രിയപ്പെട്ടവരെ, ഓരോ കുടുംബങ്ങളും ജ്വലിച്ച് പ്രകാശിക്കുന്നത് ആയിരിക്കണം. അപ്പസ്തോല പ്രവൃത്തി 18-24-28 വരെ അക്വിലാസിനെക്കുറിച്ചും പ്രിസ്കില്ലയെക്കുറിച്ചും നമ്മൾ വായിക്കുന്നുണ്ട്. അവർ ജ്വലിച്ച് പ്രകാശിച്ച ഒരു കുടുംബമാണ്. കാരണം അപ്പല്ലോസിനെ ശരിയായ ഉപദേശം പഠിപ്പിച്ച് ഒരു നല്ല പ്രാസംഗികനാക്കി തീർത്ത ഒരു കുടുംബമാണ് അവർ. 6-ാമത്തെ അക്ഷരം വൈ, യെസ് മെൻ അസോസിയേഷൻ, ശരി എന്ന് പറയുന്നവരുടെ കൂട്ടം. ദൈവത്തോട് യേസ് എന്ന് പറയുന്നവരുടെ കൂട്ടമായിരിക്കണം കുടുംബം. നമ്മൾ ഒരുപാട് കുടുംബങ്ങളെ ബൈബിളിൽ വായിക്കുന്നു. നോഹയുടെ കുടുംബം, അബ്രഹാമിൻ്റെ കുടുംബം, യോശുവയുടെ കുടുംബം, ഇവരെല്ലാം ദൈവത്തോട് യെസ് എന്ന് പറഞ്ഞ കുടുംബങ്ങളാണ്. അപ്പോൾ ഓരോ കുടുംബങ്ങളും ദൈവത്തെ എങ്ങനെ ആണ് സേവിക്കേണ്ടത്? നമ്മളിവിടെ വായിച്ചു, ഫിയർ ഓഫ് ഗാഡ്, അഡോറേഷൻ, മച്യൂരിറ്റി, ഇൻറ്റഗ്രിറ്റി, ലൈറ്റ്, യെസ് മെൻ അസോസിയേഷൻ. എന്നെ കേട്ട പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങൾ എങ്ങനെയുള്ളതാണ്? ഈ പറഞ്ഞതുപോലെ ദൈവത്തെ സേവിക്കുന്നവരാണോ? അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ദൈവത്തെ സേവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വമുള്ളതാകട്ടെ. ആമേൻ.